ഇന്ത്യയിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്റ്റേഡിയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിനുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സ്പോർട്സ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി ഉന്നതതല ചർച്ചകൾ നടത്തി. കേരള സർവകലാശാലയുടെ കൈവശമുള്ള ചരിത്രപ്രസിദ്ധമായ GV രാജ സ്റ്റേഡിയം ഒളിമ്പിക്സ് നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികളാണ് സുരേഷ് ഗോപിയുടെ സജീവ ഇടപെടലിലൂടെ ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പദ്ധതിയുടെ മുന്നോടിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം കഴിഞ്ഞ ദിവസം സ്റ്റേഡിയം സന്ദർശിച്ച് പ്രാഥമിക അവലോകനം നടത്തി. സർവകലാശാല സിൻഡിക്കേറ്റിലെ ഫൈനാൻസ് സ്ഥിരം സമിതി അംഗം RS ശശികുമാറും സന്നിഹിതനായിരുന്നു. ഭാരതത്തിന്റെ അഭിമാന താരമായ PT ഉഷയ്ക്ക് ഒളിമ്പിക്സിലടക്കം തിളങ്ങാൻ പരിശീലന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ് ഈ ചരിത്ര സ്റ്റേഡിയം. എന്നാൽ വർഷങ്ങളായി തുടർന്ന കടുത്ത അനാസ്ഥയെ തുടർന്ന് അവിടുത്തെ സിന്തറ്റിക് ട്രാക്ക് അടക്കം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു. കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാൻ പോലും കഴിയാത്ത വിധം നാശോന്മുഖമായ സ്റ്റേഡിയത്തെ വീണ്ടെടുക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയർന്നു കേൾക്കുന്നതാണ്. ഏകദേശം 100 കോടി രൂപ ചെലവഴിച്ചാണ് GV രാജ സ്റ്റേഡിയം പൂർണ്ണമായും പുതുക്കിപ്പണിയാൻ പദ്ധതിയിടുന്നത്. അത്ലറ്റ് മത്സരങ്ങൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക സിന്തറ്റിക് ട്രാക്ക്, ലോകോത്തര ഗ്യാലറി, പരിശീലന കേന്ദ്രങ്ങൾ, വിശാലമായ വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ കേന്ദ്ര സഹായത്തോടെ ഇവിടെ ഒരുക്കും. ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ശേഷവും സർവകലാശാലയുടെ കായിക വികസനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും നിർമ്മാണം. തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള സ്റ്റേഡിയവും കായിക സൗകര്യങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്ന് നഗരസഭാ മേയർ VV രാജേഷും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് കായിക പ്രേമികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഈ പ്രഖ്യാപനങ്ങൾക്ക് കരുത്തു പകരുന്നതും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതുമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ അടിയന്തര ഇടപെടലും 100 കോടിയുടെ വികസന നീക്കങ്ങളും. കേരള സർവകലാശാലയുടെ ഭൂമിയിലുള്ള കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിലവിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന അന്താരാഷ്ട്ര കായികമേളകൾക്ക് തിരുവനന്തപുരത്ത് GV രാജ സ്റ്റേഡിയം ഭാവിയിൽ പ്രധാന വേദിയായി മാറും. കായിക കേരളത്തിന്റെ വികസനത്തിൽ നിർണായക നാഴികക്കല്ലാകും ഈ പദ്ധതി. അന്താരാഷ്ട്ര വിമാനത്താവളവും വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖവും നിലവിലുള്ള തിരുവനന്തപുരത്തേക്ക് GV രാജ സ്റ്റേഡിയം പോലുള്ള ലോകോത്തര കായിക സമുച്ചയം കൂടി എത്തുന്നതോടെ തലസ്ഥാനത്തിന്റെ മുഖഛായ തന്നെ മാറും. ഗതാഗത വികസനത്തിൽ ഏറെ മുന്നിലുള്ള ഇവിടെ ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരുന്നത് അന്താരാഷ്ട്ര കായിക താരങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷകമാകും. സ്പോർട്സ് ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഈ പദ്ധതിയിലൂടെ തിരുവനന്തപുരത്തിന് മുന്നിൽ തുറക്കപ്പെടുന്നത്. വൻകിട അന്താരാഷ്ട്ര കായികമേളകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള നഗരത്തിന്റെ ശേഷി വർദ്ധിക്കുന്നതോടെ ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം, തൊഴിൽ മേഖലകളിൽ വലിയ ഉണർവുണ്ടാകും.